ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അർജുൻ ആയങ്കിയെ പിടികൂടാനാകാതെ പോലീസ്. അർജുൻ ആയങ്കി സംസ്ഥാനം വിട്ടുവെന്ന പ്രചരണം തള്ളി പോലീസ്. അർജുൻ ആയങ്കിയെ തക്ക സമയത്ത് പിടികൂടുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ തുരങ്കമുഖത്ത് ജാഗ്രത തുടരുന്നു. വിദഗ്ധ സംഘം തിങ്കളാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തും. തൃശൂരിൽ സൂപ്പർമാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂരമർദ്ദനം. തൃശൂർ സ്വദേശികളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചു. 8ാം ക്ലാസ്സുകാർക്ക് ഓണാഘോഷ ദിനത്തിലും പരീക്ഷ എഴുതണം. ഗുരുവായൂർ ഫയർ സ്റ്റേഷന്റെ കെട്ടിട വാടക സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് NK അക്ബർ MLA. ദേവസ്വം വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇടപെടണമെന്ന് MLA. വാർത്തകൾ വിശദമായി. തൃശൂരിലെത്തി പോലീസിനെ വട്ടം കറക്കിയ അർജുൻ ആയങ്കിക്കായി വ്യാപക തിരച്ചിൽ. പാലിയേക്കര ടോൾ പ്ലാസ കടന്ന അർജുൻ ആയങ്കിക്കായി സമീപ ജില്ലകളിലും വിവിധ അതിർത്തികളിലും പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തിവരുന്നത്. ഒളിവിലിരിക്കെ വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അർജുൻ തന്നെയാണോ ഇടുന്നത് അതോ മറ്റാരെങ്കിലുമാണോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതിനിടയിലും സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി തുടർന്ന അർജുൻ പുതിയ പോസ്റ്റുമായി രംഗത്തെത്തി. തങ്ങളെ തീവ്രവാദിയാക്കിയത് സിസ്റ്റമാണെന്നും മുട്ടിന് താഴെ വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നുമാണ് പുതിയ പോസ്റ്റിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് താഴെ പിന്തുണയുമായി വിവിധ ഹാൻഡിലുകളിൽ നിന്നുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിലെത്തിയെങ്കിലും അർജുൻ ആയങ്കി പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ അഖിലും സുഹൃത്ത് ദീപ്തിയും പോലീസിന്റെ പിടിയിലായി. ഇവരെ തൃശൂർ പോലീസ് ക്ലബിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും അർജുനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. 11-അംഗ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഒളിവിലിരുന്നും പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് കേസായതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും സമൂഹമാധ്യമത്തിലൂടെ അർജുൻ ആയങ്കി വെല്ലുവിളി നടത്തിയിരുന്നു. അതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന് അർജുനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ഡെസ്ക് TCV. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലൂടെയാണ് അർജുൻ ആയങ്കി കുപ്രസിദ്ധി നേടുന്നത്. CPM തള്ളിപ്പറഞ്ഞെങ്കിലും പാർട്ടിയുടെ പോരാളിയായി സൈബറിടങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും വലിയൊരു ആരാധക വൃന്ദത്തെ അർജുൻ ആയങ്കി സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തി പോലീസിനെ വട്ടം കറക്കിയ അർജുൻ ആയങ്കി ഒരു ചെറിയ മീനല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടങ്ങി കള്ളക്കടത്തിന്റെയും സ്വർണം പൊട്ടിക്കലിന്റെയും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെയും ഒക്കെ അപകടകരമായ വഴികളിലൂടെയായിരുന്നു അർജുൻ ആയങ്കിയുടെ സഞ്ചാരം. കണ്ണൂർ അഴീക്കോട് DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു അർജുൻ ആയങ്കി. അതിനു മുൻപ് ബാലസംഘത്തിലും SFIയിലുമൊക്കെ പ്രവർത്തിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലം വെളിപ്പെട്ടതോടെ അർജുൻ ആയങ്കിയെ DYFIയിൽ നിന്നും പുറത്താക്കി. അപ്പോഴും തന്റെ CPM ബന്ധവും CPM അനുഭാവമൊന്നും ഒരിക്കലും അർജുൻ മറച്ചുവെച്ചിട്ടേയില്ല. ഏറ്റവും ഒടുവിൽ പോലും ഇത് പാർട്ടി വേറെയാണ് എന്ന തരത്തിലായിരുന്നു അർജുന്റെ പ്രതികരണം. അർജുൻ ആയങ്കി എന്ന പേര് കേരളം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസോടുകൂടിയാണ്. 5 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസ് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നവരിൽ നിന്നും സ്വർണവുമായി എത്തുന്നവരിൽ നിന്നും സ്വർണം പൊട്ടിച്ച് കടന്നു കളയുന്ന സംഘത്തിന്റെ വാഹന ചേസിങ്ങിനിടെയാണ് അപകടമുണ്ടായി 5 പേർ മരിച്ചത്. ഇതിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷവും അർജുൻ ആയങ്കി തന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബ് വധക്കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരിയുമായി അടുത്ത ബന്ധമാണ് അർജുൻ ആയങ്കിക്കുള്ളത്. അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആരാധക വൃന്ദത്തെ സമൂഹ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കാൻ അർജുൻ ആയങ്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടേഷൻ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് അർജുൻ ആയങ്കി അവകാശപ്പെടുമ്പോഴും പലതരത്തിലുള്ള ക്രിമിനൽ സംഗമങ്ങളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കോതമംഗലത്ത് ഒരു വിവാഹ പാർട്ടിക്കായാണ് അർജുൻ ഒത്തുചേർന്നത്. അവിടെ വെച്ചാണ് ഇപ്പോഴുള്ള ഈ കേസിനാസ്പദമായ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. പാർട്ടിക്കിടെ അർജുനെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. തുടർന്നാണ് ഈ കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വധഭീഷണിയുമായി അർജുൻ ആയങ്കി രംഗത്തെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണമൊക്കെ പുരോഗമിച്ചതും. പലപ്പോഴും പുറമെ നിന്നുള്ള സംഘങ്ങളുടെ പിന്തുണ അർജുന് കിട്ടുന്നുണ്ട്. രാഷ്ട്രീയ പിന്തുണയുമുണ്ട് എന്നുള്ള സംശയവും ബലപ്പെടുന്നു.
പോലീസിനകത്തു നിന്നുള്ള പിന്തുണയുണ്ടോ എന്നുള്ള കാര്യത്തിലും അധികൃതർക്ക് സംശയമുണ്ട്. ആ രീതിയിലുള്ള പിന്തുണയില്ലാതെ ഇത്രയും സ്വൈര്യമായൊരു വിഹാരം നടത്താൻ അർജുൻ ആയങ്കിയെ പോലെ ഒരാൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. 32 വയസ്സ് പിന്നിട്ടേ ഉള്ളൂ അർജുൻ ആയങ്കിക്ക്. ഈ പ്രായത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാകുന്നത്. എന്തായാലും പോലീസിന്റെ വളരെ ശക്തമായ അന്വേഷണം അർജുൻ ആയങ്കിക്കായി പുരോഗമിക്കുകയാണ്. അർജുൻ ആയങ്കിയെ സമയത്ത് പിടികൂടുമെന്നും എത്ര നാൾ മുങ്ങി നടക്കാൻ കഴിയുമെന്നും കെ മുരളീധരൻ ചോദിച്ചു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ശബരിമല നെയ്യ് ക്രമക്കേട് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കും. ഭക്തരുടെ പണം കവർന്നവരെ വെറുതെ വിടില്ലെന്നും ദേവസ്വം വിജിലൻസിന്റെ കത്ത് കിട്ടിയാലുടൻ അന്വേഷണം കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിടിക്കേണ്ടവരൊക്കെ സമയത്ത് പിടിക്കും. എത്ര കാലം മുങ്ങി കിടക്കാൻ പറ്റും? ഈ പിടിക്കേണ്ടവരെ പിടിക്കും. അത് സംശയവും വേണ്ട. മടിയൊന്നുമില്ല, ഒരു മടിയില്ല. ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ട്. അതായത് കടലിൽ കാണാതായവരെ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ അത് ഫലവത്താവുന്നില്ല എന്ന് പറയുന്നത് വലിയ പ്രതിഷേധങ്ങൾ. അത് മുഖ്യമന്ത്രിയും മറ്റേ ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ തന്നെ കാണാതായ ആളുകളെ കണ്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ തുരങ്കമുഖത്ത് ജാഗ്രത തുടരുന്നു. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയില്ലെന്നാണ് നിഗമനമെങ്കിലും മഴ കനത്താൽ സാഹചര്യം മാറും. മണ്ണിടിച്ചിലുണ്ടായ പടിഞ്ഞാറെ തുരങ്കമുഖത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തിയിരുന്നു. മലയുടെ മുകളിലെ നീർച്ചാലുകൾ തടസ്സപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. തുരങ്കത്തിന് സമീപത്തെ സബ്സ്റ്റേഷനിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. കുതിരാനിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം 2 വരിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി ബാരിക്കേഡുകളും സ്ഥാപിച്ചു. അതേസമയം ശക്തമായ മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇളകി മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് വരാം. മരങ്ങൾ വളരുന്നതിനനുസരിച്ച് വേരുകൾ പടരുന്നതും മണ്ണിന് ഇളക്കമുണ്ടാക്കുന്നുണ്ട്. മലമുകളിൽ ഒഴുകുന്ന സ്വാഭാവിക നീർച്ചാലുകൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടാൽ മണ്ണിടിച്ചിൽ ശക്തമാകാൻ സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ കിഴക്കേ തുരങ്കമുഖത്ത് സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ പടിഞ്ഞാറേ ഭാഗത്തും സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പടിഞ്ഞാറേ തുരങ്കമുഖത്തെ പാറക്കെട്ടുകൾ ബലപ്പെടുത്തേണ്ടതുണ്ട്. നീരൊഴുക്ക് സുഗമമാക്കാൻ ചെരുവുകൾ ഉണ്ടാക്കി പൈപ്പുകൾ സ്ഥാപിക്കണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം ബദൽ പാതയായി കുതിരാൻ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള പഴയ ദേശീയപാത വീണ്ടും സഞ്ചാരയോഗ്യമാക്കാനുള്ള സാധ്യതകൾ അധികൃതർ ആരായുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ അനിവാര്യം. ന്യൂസ് ഡെസ്ക് TCV. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ കുതിരാൻ തുരങ്കമുഖത്ത് വിദഗ്ധ സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിച്ച് പരിശോധനയും പഠനങ്ങളും നടത്തുക. അതേസമയം ജില്ലാ ജിയോളജിസ്റ്റും എഞ്ചിനീയറിംഗ് കോളേജ് വിദഗ്ധ സംഘവും തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ട് തിങ്കളാഴ്ച കൈമാറും. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം മന്ത്രി OJ ജനീഷ്, അഡ്വക്കേറ്റ് K രാജൻ MLA, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം. നെസ്റ്റോ സൂപ്പർമാർക്കറ്റിലെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന സുരേഷിനാണ് മർദ്ദനമേറ്റത്. സൂപ്പർമാർക്കറ്റ് അടച്ചിട്ടും അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞ് മദ്യപിച്ചെത്തിയ യുവാക്കളാണ് മർദ്ദിച്ചത്. തൃശൂർ സ്വദേശികളായ വിജീഷ്, സബീഷ് എന്നിവരാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഈ മാസം 1-ാം തീയതിയാണ് സംഭവം നടന്നത്. സെക്യൂരിറ്റി ജീവനക്കാരന്റെ പരാതിയിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചു. ഇതോടെ 8ാം ക്ലാസ്സുകാർക്ക് ഓണാഘോഷ ദിനത്തിലും പരീക്ഷ എഴുതണം. നേരത്തെ ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന മലയാളം 2ാം പേപ്പർ പരീക്ഷയാണ് 21 തീയതിയിലേക്ക് മാറ്റിവെച്ചത്. എന്നാൽ ഓഗസ്റ്റ് 21 സംസ്ഥാനത്തെ മിക്ക സ്കൂളുകളിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയത്ത് പരീക്ഷ വരുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന വിമർശനത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ടൈം ടേബിൾ പുനഃക്രമീകരിച്ചത്. ഇതിന്റെ ഭാഗമായാണ് മലയാളം 2ാം പേപ്പർ പരീക്ഷ മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. ഗുരുവായൂർ ദേവസ്വം സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിട സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ സ്റ്റേജ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് നിലവിൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കെട്ടിടത്തിനകത്തേക്ക് വരെ വെള്ളം കയറിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം ആധുനിക രീതിയിലുള്ള വലിയ കെട്ടിടം പണിതിട്ടുണ്ട്. വാടക സംബന്ധിച്ച തർക്കം കാരണം കെട്ടിടം ഫയർഫോഴ്സിന് കൈമാറിയിട്ടില്ല. പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഫയർ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ദേവസ്വം മന്ത്രിയും ഫയർ വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സംയുക്തമായി ഇക്കാര്യത്തിൽ അടിയന്തരമായി തീരുമാനമെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. ഗുരുവായൂരിൽ ആധുനിക ചികിത്സ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശുപത്രി നിർമ്മിക്കണമെന്നും മമ്മിയൂരിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറി വകുപ്പുകൾക്ക് കത്തയച്ചു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ നീണ്ടുനിൽക്കുന്ന ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള എല്ലാ പൊതുചടങ്ങുകളിലും വന്ദേമാതരം ആലപിക്കണം എന്നാണ് കത്തിൽ നിർദ്ദേശിക്കുന്നത്. വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമായി മാറ്റുമാറുമെന്നും അതുകൊണ്ട് തന്നെ നിയമപരമായ ഗൗരവത്തോടെ വേണം ഇത് നടപ്പിലാക്കാനെന്നും കത്തിൽ സൂചനയുണ്ട്. മുൻപ് പലപ്പോഴും വന്ദേമാതരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ആലപിച്ചിരുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരം മുഴുവനായി പാടണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വന്ദേമാതരം മതനിരപേക്ഷയ്ക്ക് ചേരുന്നതല്ല. ആദ്യത്തെ ഈരടികൾ ചൊല്ലുന്നതിൽ തെറ്റില്ല. മുഴുവൻ ചൊല്ലുന്നത് RSSന് കീഴ്പ്പെടുന്ന രീതിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. KSRTC യാത്രക്കാരന് സമയബന്ധിതവും വേഗതയേറിയതുമായ സർവീസ് നൽകണമെന്ന് മുൻ MLA അനിൽ അക്കര. നല്ല ബസ് വാങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലാണ് പ്രതികരണം. KSRTCയിൽ മികച്ച യാത്രാനുഭവമുണ്ടെങ്കിലും യാത്രക്കാരില്ല. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. വോൾവോ ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകളുടെ യാത്രാസമയം, സ്പീഡ് നിയന്ത്രണം, യാത്രക്കാരുടെ എണ്ണം, വരുമാനം, ചെലവ് എന്നിവയെല്ലാം വിശദമായി പഠിക്കണം. നഷ്ടത്തിലോടുന്ന സർവീസുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്തുകൊണ്ടാണ് നഷ്ടമുണ്ടാകുന്നത് എന്ന് കണ്ടെത്തി അവയെ ലാഭകരമാക്കാനുള്ള നടപടികളാണ് വേണ്ടത് എന്നും അനിൽ അക്കര പറയുന്നു. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ തെക്കേനടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിർമ്മിച്ച പുതിയ സ്റ്റേജിന്റെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുവരുന്ന 3 ഭരണസമിതി അംഗങ്ങളെ സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയോടെ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവ് ഉടൻ നികത്തും. ഭക്തനാണെന്ന് തനിക്ക് ബോധ്യമുള്ള ആളെയാകും നിയമിക്കുക എന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അവയവദാനം കച്ചവടമാകുന്നതാണ് ഈ രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. മരണാനന്തര അവയവദാനത്തെ സർക്കാർ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മതങ്ങളെ കൂട്ടുപിടിച്ച് ചിലർ നടത്തുന്ന തെറ്റായ പ്രചരണം അവയവദാനത്തിന് വിഘാതമായി മാറുന്നുവെന്നും K മുരളീധരൻ വ്യക്തമാക്കി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വേലൂർ കുറുമാലിൽ ആരംഭിച്ച 2ാമത് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ, അമല ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ഫാദർ ജോൺസൺ പടിഞ്ഞാക്കര, ഫാദർ സേവ്യർ ക്രിസ്റ്റി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രമീള സുബ്രഹ്മണ്യൻ, സിനി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റുള്ളവർക്ക് എന്തു തോന്നിയാലും കാര്യങ്ങൾ സത്യസന്ധമായി മുഖത്തു നോക്കി പറയുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത നേതാവായിരുന്നു PA മാധവനെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു.
പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച PM മാധവൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തകരുമായുള്ള ആത്മബന്ധം മുറിയാതെ സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് മാധവന്റേതെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC ഭാരവാഹികളായ PK രാജൻ, AT സ്റ്റീഫൻ, KB ജയറാം, VG അശോകൻ, ജിയോ ഫോക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് C ഫ്രാൻസിസ്, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ ആതിര എന്നിവർ സംസാരിച്ചു. ദേശീയപാത നെല്ലായിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മിനി ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. മുപ്ലിയം സ്വദേശി കുളങ്ങര വീട്ടിൽ 92 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ലോറിയാണ് ജോർജിനെ ഇടിച്ചത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക് വീണ്ടും. മരുത്താക്കര കുഞ്ഞനംപാറയിൽ ടോറസ് ലോറിക്ക് പുറകിൽ ബസ്സിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസ് ഡ്രൈവർ ചേർത്തല സ്വദേശി രാകേഷ്, ബസ് ജീവനക്കാരൻ ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരായ കൊല്ലം സ്വദേശി പ്രശാന്ത്, ആറ്റിങ്ങൽ സ്വദേശി രാഹുൽ, തമ്പാനൂർ സ്വദേശി ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ടോറസ് ലോറിക്ക് പുറകിലാണ് ബസ് ഇടിച്ചത്. തിരുവല്ലുവാമലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികന് പരിക്കേറ്റു. കാട്ടുകുളം ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു സംഭവം. തിരുവല്ലുവാമല ഭാഗത്തു നിന്നും ചേലക്കരയിലേക്ക് വരികയായിരുന്ന പഴയന്നൂർ സ്വദേശിയുടെ കാറും തൃശൂർ തിരുവല്ലുവാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കാർ ഡ്രൈവറായ പഴയന്നൂർ സ്വദേശിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കുഞ്ഞയനി ശിവകൃഷ്ണപുരം ക്ഷേത്രത്തിനു സമീപം കൈമപ്പറമ്പിൽ 62 വയസ്സുള്ള സുനിൽ ആണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കനത്ത മഴയിൽ അമ്മാടത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അനുഗ്രഹ നഗറിൽ താമസിക്കുന്ന ശശികുമാറിന്റെ വീടിന്റെ ചുമരിലേക്കാണ് സമീപവാസി സേട്ടുവിന്റെ വീട്ടുമതിൽ ഇടിഞ്ഞു വീണത്. കൊരട്ടിയിൽ കോഫി ഷോപ്പ് ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. മുരിങ്ങൂർ കട്ടപ്പുറം ഗോപുരാൻ വീട്ടിൽ സ്നേഹേഷിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടിയിലെ കോഫി കപ്പ് എന്ന കടയിലെത്തി 2 കാപ്പി കുടിച്ച ശേഷം പണം നൽകാതെ വീണ്ടും കാപ്പി ആവശ്യപ്പെടുകയായിരുന്നു. പണം ആവശ്യപ്പെട്ട ജീവനക്കാരനായ അസം സ്വദേശി സ്വരീഫുലിനെയാണ് പ്രതി ആക്രമിച്ചത്. രാജ്യത്തെ UPI ഇടപാടുകൾ സൗജന്യമായി തുടരുമെന്നും ഉപഭോക്താക്കളിൽ നിന്ന് ചാർജ് ഈടാക്കില്ലെന്നും പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ചെറുകിട വ്യാപാരികൾ ഡിജിറ്റൽ പണമിടപാടുകൾ സ്വീകരിക്കുന്നതിന് നിരക്കുകൾ നൽകേണ്ടി വരില്ലെന്നും PCI വ്യക്തമാക്കി. 2000-ന് മുകളിൽ ഇടപാട് നടത്തുന്ന വ്യാപാരികളിൽ നിന്ന് ചാർജ് ഈടാക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് PCI പ്രതികരണം. 2016-ൽ ആരംഭിച്ചതു മുതൽ ഉപഭോക്താക്കൾക്ക് UPI സംവിധാനം സൗജന്യമാണ്. യാതൊരു ഇടപാട് ചാർജുകളും നൽകാതെ തന്നെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് തുടരാമെന്നും PCI വ്യക്തമാക്കി. ഇന്ത്യയിലുടനീളമുള്ള ചെറിയ വ്യാപാരികൾക്ക് പോലും ഡിജിറ്റൽ പേയ്മെന്റുകൾ ലഭ്യമാക്കുന്നതിനാണ് UPI രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
സോളേസ് സ്നേഹസംഗമം തൃശൂരിൽ നടന്നു. വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്നേഹസംഗമം MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. സോളേസ് പ്രസിഡന്റ് ഡോക്ടർ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ജസ്മി, ഡോക്ടർ ജാനകി, EM ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സാഹിത്യോത്സവം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സാഹിത്യോത്സവം എഴുത്തുകാരി BM സുഹറ ഉദ്ഘാടനം ചെയ്തു. വനിതാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് VS ബിന്ദു അധ്യക്ഷത വഹിച്ചു. അശോകൻ ചെരുവിൽ, വനിതാ സാഹിതി സംസ്ഥാന സെക്രട്ടറി രവിത ഹരിദാസ്, പ്രൊഫസർ സുജ, സൂസൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. BMS തൃശൂർ മേഖലാ പ്രതിനിധി സമ്മേളനം നടന്നു. ജവഹർ ബാലഭവനിൽ നടന്ന സമ്മേളനം BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, സംസ്ഥാന സമിതി അംഗം AC ഉണ്ണികൃഷ്ണൻ, വിപിൻ മംഗലം, MK നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. 11 ഗജവീരന്മാർ ആനയൂട്ടിൽ അണിനിരന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും MK സാനു ലിറ്റററി സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ നാടകാനുഭവാധിഷ്ഠിത പ്രഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. നാടകം ജീവിതം എന്ന പേരിൽ നടന്ന പരിപാടി ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം ചെയ്തു. നാടകം എന്നും ജനസ്വാധീനമുള്ള കലാരൂപമാണെന്നും പുതിയ മാറ്റങ്ങൾ മേഖലയും ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാടകപ്രവർത്തകരായ പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, പ്രദീപ് മാളവിക എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. വത്സല വി പിള്ള, നഫീസത്ത് BV, EG സുബ്രഹ്മണ്യൻ, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് കരിവീട്ടി എന്ന ഏകപാത്ര നാടകവും അരങ്ങേറി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് BK ഷഫീഖുദ്ദീൻ, കലാമണ്ഡലം ഹുസ്ന ബാനു എന്നിവരെ ആദരിച്ചു. തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദരം രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. സമാദരണ സമിതി ചെയർമാൻ KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. പത്മഭൂഷൺ ശാന്ത ധനഞ്ജയൻ, കലാമണ്ഡലം വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തൃശൂർ പേരൂരിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും രാമായണ സെമിനാറും സംഘടിപ്പിച്ചു. ചിന്മയ മിഷൻ തൃശൂർ ആചാര്യ സ്വാമിനി സംഹിതാനന്ദ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടന്ന സെമിനാറിൽ മാണിക്യൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MRS മേനോൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് M മോഹനൻ, സംസ്ഥാന സമിതി അംഗം ഡോക്ടർ MV നടേശൻ, ജില്ലാ അധ്യക്ഷൻ സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി രമേശ് വാര്യർ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പ്രമുഖ ഓൺലൈൻ പാരമ്പര്യ വസ്ത്ര ബ്രാൻഡായ അഭിരാമം ഓണച്ചമയം എന്ന പേരിൽ തൃശൂരിൽ എക്സ്പോ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ സ്വന്തം വസ്ത്രമായ സെറ്റുമുണ്ടിനും അതിനൊപ്പമുള്ള ബ്ലൗസിനും മാത്രമുള്ള ബ്രാൻഡാണ് അഭിരാമം. തൃശൂർ ശ്രീശങ്കര ഹാളിൽ സംഘടിപ്പിച്ച ഓണച്ചമയത്തിന്റെ ഉദ്ഘാടനം അഭിരാമത്തിന്റെ സമൂഹമാധ്യമ ഫോളോവേഴ്സിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നന്ദന ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. റിയാലിറ്റി ഷോ താരം നാദിറ മെഹ്റിൻ, നന്ദിലത്ത് ജിമാർട്ട് മാനേജിംഗ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, അഭിരാമം ഫൗണ്ടറും സിഒയുമായ അഭിരാമി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഓണം ഷോപ്പിംഗിന് ഒരു കുടുംബത്തിന് ആവശ്യമായ വിവിധ ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് തന്നെ കണ്ടെത്താനാകുന്ന രീതിയിൽ നിരവധി ബ്രാൻഡുകളെ അണിനിരത്തിയാണ് ഓണച്ചമയം ഒരുക്കിയിരിക്കുന്നത്. മറ്റെങ്ങും ലഭ്യമല്ലാത്ത നിരവധി ഉൽപ്പന്നങ്ങൾ സന്ദർശകർക്ക് പരിചയപ്പെടാനും സ്വന്തമാക്കാനും ഓണസമ്മാനങ്ങൾ തിരഞ്ഞെടുക്കാനും എക്സ്പോ അവസരമൊരുക്കുന്നു. എക്സ്പോയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കൂടാതെ എത്തിച്ചേരുന്ന ഓരോ സന്ദർശകനും ഭാഗ്യസമ്മാനമായി 1 ഗ്രാം സ്വർണ്ണ നാണയം നേടാനുള്ള കൂപ്പൺ ലഭിക്കും. വിജയെ കണ്ടെത്തുന്നതിനുള്ള തത്സമയ നറുക്കെടുപ്പ് സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് എക്സ്പോ ഹാളിൽ നടത്തും. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്.
സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അർജുൻ ആയങ്കിയെ പിടികൂടാനാകാതെ പോലീസ്. അർജുൻ ആയങ്കി സംസ്ഥാനം വിട്ടുവെന്ന പ്രചരണം തള്ളി പോലീസ്. അർജുൻ ആയങ്കിയെ തക്ക സമയത്ത് പിടികൂടുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ തുരങ്കമുഖത്ത് ജാഗ്രത തുടരുന്നു. വിദഗ്ധ സംഘം തിങ്കളാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തും. തൃശൂരിൽ സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം. തൃശൂർ സ്വദേശികളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചു. 8ാം ക്ലാസ്സുകാർക്ക് ഓണാഘോഷ ദിനത്തിലും പരീക്ഷ എഴുതണം. ഗുരുവായൂർ ഫയർ സ്റ്റേഷന്റെ കെട്ടിട വാടക സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് NK അക്ബർ MLA. ദേവസ്വം വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇടപെടണമെന്ന് MLA. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.